ഈ ഒരു സാധനം കണ്ടോ? പണ്ട് സ്കൂൾ പഠിക്കുമ്പോയില്ലേ, എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഈ അച്ചാറുകളോട് വേറെ തന്നെ ഒരു ഇഷ്ടമാണ്. പുളിയച്ചാറ്, ബീറ്റ്റൂട്ട് അച്ചാറ്, നാരങ്ങ അച്ചാറ്, അരിനെല്ലി ഉപ്പിട്ടെ. കാരണം ഇത് മെല്ലെ മെല്ലെ തിന്ന് നടന്ന് വരാം. ഈ കജൂറും തേനുണ്ടല്ലോ വാങ്ങിയല്ലേ, ഒറ്റയടിക്ക് അങ്ങ് തീർന്നു പോകും. അപ്പോൾ ഈ പുളിയച്ചാറ് എന്നാൽ എപ്പോഴുള്ള ഡൗട്ടാ, ഇതിൻ്റെ കുരു എന്താ ഇങ്ങനെ, പുളിങ്കുരു ഇങ്ങനെ അല്ലല്ലോ. ആ ഡൗട്ട് ഞാൻ ഇന്ന് ക്ലിയർ ആക്കാൻ പോവാം. അപ്പോൾ ഈ കാണുന്ന ഫ്രൂട്ടില്ലേ, ഇന്ത്യൻ ജുജുബെന്നും എരുന്തിപ്പയെന്നും ബെറാപ്പിൾ എന്നൊക്കെ പറയുന്നത്, ഇതിനെ കൊണ്ടാലും പുളിയച്ചാർ ഉണ്ടാക്കുന്നത്. ഇതാണെങ്കിൽ ഇവിടെ റോഡ് സൈഡ് മൊത്തം ഉണ്ട്. കാണാനൊരു കുട്ടി ആപ്പിളിൻ്റെ ലുക്കൊക്കെയാണ്. എന്നാൽ പിന്നെ ഒന്നും ഉണ്ടായി കളയാന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ ഇതിൻ്റെ കുരുവും പൾപ്പും വേറെ വേറെ ആക്കി എടുക്കണം. അത് വലിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം ആദ്യം ഞാൻ കത്തി കൊണ്ടു നോക്കി, കൈയൊക്കെ വേദനയാൽ തുടങ്ങി. നേരം വെളുക്കും തിന്നേരം എല്ലാത്തിനും ഒരു ഇടി കൊടുക്കാൻ തുടങ്ങി. ഒരു ഒലക്കേൻ്റെ കുറവുണ്ട്. ഒലക്കേണ്ട കുറച്ചും കൂടി ഫാസ്റ്റ് ആയാനല്ലേ. ആദ്യം അല്ലെങ്കിൽ 50 അല്ലേനു, പിന്നെ അത് 1 1.5 2 ഇപ്പോൾ എത്രയാണ് എനിക്ക് അറിഞ്ഞൂടാ. ഇതങ്ങനെ ഷോപ്പുകളിലൊന്നും ഇപ്പോൾ കാണലുമില്ല. സ്കൂളിൻ്റെ അടുത്തുള്ള ഷോപ്പിലൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ പൾപ്പിലേക്ക് വറ്റൽമുളകും വെല്ലവും കുറച്ച് പുളിയും ഇട്ടൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച കുരുവും കുറച്ച് മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും കുറച്ച് സിർക്കയും കൂടി ഇട്ട് കുക്ക് ചെയ്യേണ്ടെന്നാണ് കണ്ട വീഡിയോയിലൊക്കെ പറഞ്ഞത്. പക്ഷെ എൻ്റെ മനസ്സമ്മതത്തിൽ ഞാനൊന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്ത് എന്നിട്ടൊരു സ്റ്റീൽ പാത്രത്തിൽ എണ്ണ തടവി 2 ദിവസം വെയിൽ തെച്ച് കറക്റ്റ് സ്മെല്ലും ടെക്സ്ചറും ടേസ്റ്റും എല്ലാം വന്ന്. പക്ഷേ കളർ മാത്രം വന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ബ്ലാക്ക് ഫുഡ് കളർ ഇട്ടിച്ച്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളിയച്ചാറ് ബ്ലാക്ക് തന്നെ വേണമെങ്കിൽ അതേ ഫുഡ് കളർ ഇട്ടിച്ചോ.